എല്ലാവർക്കും തിരുപ്പിറവിയുടെ ആശംസകൾ അർപ്പിക്കുകയാണ്. നമ്മുടെ വെളിച്ചത്തിൻ്റെ നമ്മുടെ തിരുസഭയുടെ വെളിച്ചം എല്ലാവരിലേക്കും വരട്ടെ. പിറവി ദിനാശംസകൾ ദൈവജനത്തിന് എല്ലാവർക്കും വെളിച്ചമേകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ക്രിസ്മസ് തിരുപ്പിറവി ദിനം ആചരിക്കുന്നത്. എന്നാൽ നാം ഇതെല്ലാം വളരെ നക്ഷത്രങ്ങൾ തെളിച്ചും നമ്മുടെ കുടുംബങ്ങളിലെ മക്കളുമൊക്കെ ഒരുമിച്ച് വലിയ ആഘോഷമായി നടത്തുമ്പോൾ നമ്മുടെ സഭയ്ക്കെതിരെ ഒരു പൈശാചിക ശക്തിയുടെ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക അധിനിവേശത്തിൻ്റെ ഒരു കടന്നുകയറ്റം നമ്മുടെ സഭയിലേക്ക്, ചില തീവ്രവാദികളുടെ കടന്നുകയറ്റം നമ്മുടെ ചില പുഴുക്കുത്തുകളിലൂടെ ഇവിടെ വന്നിരിക്കുക. നമ്മൾ ഈ തിന്മയ്ക്കെതിരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി, സഭാവിശ്വാസികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സഭയ്ക്കെതിരെ വരുന്ന പേക്കൂത്തുകൾ കയറുത് നമ്മളെ കൊണ്ട് ചെറുവരൽ തന്നെയെങ്കിലും അനക്കിയാൽ മാത്രമേ നമ്മുടെ ഈ പിറവി ദിനാഘോഷത്തിന് മാറ്റുകൂടുകയുള്ളൂ. അല്ലാതെ എനിക്കൊന്നും അറിയാൻ പാടില്ല എന്നും പറഞ്ഞ് കൈ കെട്ടിയിരുന്നാൽ തീർച്ചയായിട്ടും ഈശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് കഴിയില്ല എന്നുറപ്പാണ്. കർത്താവ് പ്രതികരിച്ചതുപോലെ നമ്മളും പ്രതികരിക്കണം. നമ്മുടെ കർത്താവ് സ്ഥാപിച്ച സഭയുടെ ഒരു പരമാധ്യക്ഷനുണ്ടല്ലോ, നമ്മുടെ മാർപ്പാപ്പ. ആ മാർപ്പാപ്പയുടെ കൈവെപ്പ് ശുശ്രൂഷകളാൽ നമ്മുടെ മെത്രാന്മാർ കാലങ്ങളായി എടുത്ത നിരവധി പഠനങ്ങളിലൂടെ എടുത്ത സിനഡ് തീരുമാനം ഇപ്പോൾ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന 1999 എടുത്ത തീരുമാനത്തിനെതിരെ ഒരുപാട് പേക്കൂത്തുകൾ പല വഴിക്കും വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ എന്തെങ്കിലും ഒരു പറയുന്നതിൽ ലോജിക്ക് വേണ്ടേ? പാറേക്കാട്ട് പിതാവ് ദൈവശാസ്ത്ര ചരിത്രങ്ങളെ കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്താനും കുറച്ചൊക്കെ വളച്ചൊടിച്ചുമൊക്കെ ആയിട്ട് ഏകീകൃത കുർബാനയല്ല നല്ലത്, നമ്മൾ ഇവിടെ മുഖാമുഖ കുർബാനയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് അത് സഭയുടെ കൽപ്പനയില്ലാതെ, പിതാവിൻ്റെ ഓർഡർ ഇല്ലാതെ കുറേ കാലം നമ്മൾ നടപ്പാക്കപ്പെട്ടു. ഇനി അതിൽ നിന്ന് മാറ്റാൻ നമുക്ക് വലിയ പ്രശ്നമാണ്. അത് സഭയുടെ ഒരു ചതിയുടെ തുടക്കമായിരുന്നു. ഇപ്പോൾ അത് ഭൂതത്തിനെ എടുത്ത് പുറത്തുനിന്നെടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് അത് കയറ്റാൻ പറ്റാത്ത തരത്തിലേക്കായി. അങ്ങനെ വന്ന് ഇപ്പം നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം നമ്മുടെ സഭയുടെ ലോകത്തുള്ള കത്തോലിക്ക തിരുസഭയിൽ എല്ലായിടത്തും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന 34 രൂപതകളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചപ്പോൾ എറണാകുളത്തുള്ള കുറേ കുൽസിത അതിബുദ്ധിമാന്മാർ ഈ സഭയെ പിന്നോട്ടടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇല്ലേ? സത്യം അതല്ലേ? ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഈ ലൈവിൽ വരാൻ കാരണം നമ്മുടെ കത്തീഡ്രൽ ചർച്ചിൽ കഴിഞ്ഞ 10-ാം തീയതി മുതൽ ഒരു പ്രതിഷേധം നടക്കാണ്. ആ പ്രതിഷേധ സ്ഥലത്തുണ്ട് ഇപ്പം ഞാൻ. പള്ളിക്കകത്ത് ഇപ്പോൾ നിരവധി സ്ത്രീകൾ പള്ളിക്കകത്ത് പ്രാർത്ഥനയുമായി ഒക്കെ അകത്തുണ്ട്. പള്ളിയുടെ വാതിലുകളൊക്കെ അടച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം ഈ സഭയ്ക്കെതിരെ പലതരത്തിലും ഈ വേലി തന്നെ വിളവ് തന്നുന്ന തരത്തിലേക്ക് മാറിയേക്കാം. ഇന്നിപ്പോൾ എറണാകുളം ഹൈക്കോടതിയിൽ ഒരു രാമചന്ദ്രൻ എന്ന് പറയുന്ന വക്കീൽ മുഖാന്തരം നമ്മുടെ നേർച്ചപ്പണം എടുത്ത് അല്ലെങ്കിൽ ഈ ബസിലിക്ക പള്ളിയുടെ നിരവധി വാടകകളിൽ നിന്നെടുത്ത് 3 ലക്ഷം രൂപ പോലും ചെലവാക്കി
ഈ യഥാർത്ഥ പാവപ്പെട്ട വിശ്വാസ മക്കളെ ഇതിൽ നിന്ന് തിരിപ്പിക്കാൻ വേണ്ടിയുള്ള കുൽസിത ശ്രമം ബഹുമാനപ്പെട്ട തോമസ് മങ്ങാട്ടച്ഛൻ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ ഇസ്ലാമിക തീവ്രവാദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആ കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും യഥാർത്ഥ വിശ്വാസ മക്കൾ നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയൂ. തമ്പുരാൻ നമ്മളോടൊപ്പം ഉണ്ടാകും. നമുക്കല്ലാതെ ഈ വക്രബുദ്ധിയിലൂടെ കുൽസിത ബുദ്ധിയിലൂടെ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ തീർച്ചയായിട്ടും തിരിച്ച് ചോദിക്കാൻ നമുക്ക് കഴിയില്ല. ഇവിടെ നിങ്ങൾ ഫേസ്ബുക്കിലൂടെ ഒട്ടനവധി ഞങ്ങളെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ഉണ്ടുറങ്ങി ആണ് വിശ്രമിക്കാനാണ് ഇങ്ങനൊരു സംരംഭം തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ പ്രത്യേകിച്ച് ഓരോരുത്തരെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ട്. ഞങ്ങൾ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു നേതാവൊന്നുമില്ല. നിങ്ങൾ മത്തായി വർക്കി മുതലേന്തിയോ അല്ലെങ്കിൽ ജോസഫ് പാറേക്കാട്ടിനെയോ അവർ വോട്ട് കിട്ടിയോ വോട്ട് കിട്ടിയില്ലയോ 41 വോട്ടോ 81 ഇതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല. ഞങ്ങളൊന്നും അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ നടക്കുന്നവരുമല്ല. ഞങ്ങൾ തമ്പുരാന്റെ മക്കളാ. ഞങ്ങൾ ഒരു കാരണവശാലും ഇതിനകത്തൊരു വ്യക്തിയുമില്ല, നിരവധി പേരുണ്ട്. നിങ്ങൾക്ക് ഒരൊറ്റ വ്യക്തിയിൽ അധിഷ്ഠിതമായ ഒരൊറ്റ മാർപ്പാപ്പയിൽ അധിഷ്ഠിതമായ ഈ ചൈജു ആന്റണി എന്ന് പറയുന്ന ഒരുത്തൻ അവന് വായ തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ തന്നെ ഞാൻ വല്ലതും വിളിച്ചു പറഞ്ഞു അതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല. ഞങ്ങളിവിടെ ഉണ്ടുറങ്ങാൻ ഞങ്ങൾക്ക് കുടുംബങ്ങളുണ്ട്. എനിക്ക് 2 വീടുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്ന് എൻ്റെ പേരക്കിടാങ്ങളോടൊപ്പം കിടന്നുറങ്ങാം. നിങ്ങൾ ഈ ആക്ഷേപിക്കുന്ന പലരും അത്യാവശ്യം വീട്ടിൽ സാമ്പത്തിക സിറ്റുവേഷനൊക്കെ ഉള്ള ആളുകളാണ്. ഇനിയിപ്പോൾ മത്തായി എനിക്ക് അങ്ങേരെ പേരൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും മത്തായി വർക്ക് ചെയ്യും മുതലെന്തൊക്കെയാണെങ്കിൽ 3 വീട് എറണാകുളത്തുണ്ട്. അങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങാൻ സ്ഥലമൊന്നുമില്ലായിട്ടല്ല. നിങ്ങൾ ആക്ഷേപിക്കുന്ന ഒട്ടനവധി ദൈവവിശ്വാസികൾ ഇവിടെ വരുന്നത് ഒരുപാട് ത്യാഗം സഹിച്ച ഈ കൊതുകടി കണ്ട് 24 മണിക്കൂറും 10-ാം തീയതി തുടങ്ങിയ സമരം 9 ദിവസക്കാലം ഞാനിവിടെയുണ്ട് കൊതുകടി സഹിച്ച്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി സമരം ചെയ്യുന്നത്, എന്തിനു വേണ്ടി പ്രതിഷേധിക്കുന്നത്? നിങ്ങളെന്നും ഇപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കേസ് നമ്പർ 44-999/25 ഇന്ന് ഹൈക്കോടതിയിൽ നിങ്ങൾ കൊടുത്താണല്ലോ. എതിരായി ദൈവമക്കൾക്ക് ആർക്കാ കേസ് കൊടുത്തിരിക്കുന്നത്? ദൈവമക്കൾക്കെതിരായി. ഭയങ്കര അപാരം തന്നെ നിങ്ങളുടെ ബുദ്ധി. നിങ്ങൾ എന്ത് ബുദ്ധി കുടുസുൽസ ബുദ്ധി ഉപയോഗിച്ചാലും ഒരു കാരണവശാലും ഏകീകൃത കുർബാനയല്ലാതെ മറ്റൊന്നും നമ്മുടെ ബസലിക്ക മന്ദിരത്തിൽ നടത്തില്ല, കഴിയില്ല നിങ്ങൾക്ക്. ഒട്ടനവധി ദൈവമക്കൾ ഈ ഇടവകയിലെ മക്കളും ഞങ്ങള് കുറച്ച് പേര് വളരെ കൈവരലും എണ്ണാവുന്ന, നിങ്ങൾ ഈ പറയുന്ന കൈവരലും എണ്ണാവുന്നവര് മറ്റു പുറകനകളിൽ നിന്ന് വന്നതാ. എന്നെ അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും. ഞാൻ കാഞ്ഞൂർ പുറകനിൽ നിന്ന് വന്നതാ. ഞങ്ങളുടെ പുറകനിൽ നിന്ന് ഞാനൊരാളേ ഉള്ളൂ. അവരൊക്കെ പകലൊക്കെ പലപ്പോഴും അതായത് പല വീഡിയോകളും ഞങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ. പല ദൈവമക്കളുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പടം കൊടുത്തിട്ടുണ്ടല്ലോ. ഒട്ടനവധി വീഡിയോ കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. ഇപ്പൊ ഞങ്ങൾ ക്യാമറ തിരിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളൊന്നും ഒരു ക്യാമറയെ തിരിച്ചു വെച്ചിട്ടില്ല. എൻ്റെ പൊന്നു സ്നേഹിത, നിങ്ങൾ ഒരുപാട് ആക്ഷേപിച്ചോ. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് തോമസ് മങ്ങാട്ടച്ഛൻ നിങ്ങൾക്ക് ലൈവായി നിങ്ങളുടെ വീഡിയോകളിൽ CCTV മുഖാന്തരം കാണിച്ചല്ലോ. കഴിഞ്ഞ 5-6 ദിവസം മുമ്പ് വരെ കാണിച്ചല്ലോ. ഏതെങ്കിലും സമയത്ത് ഞങ്ങളുടെ ഏതെങ്കിലും 10-70 വയസ്സായ ആളുകളൊന്ന് റെസ്റ്റ് എടുക്കുമെങ്കിൽ നിങ്ങൾ പടം കൊടുത്തല്ലോ. ഞങ്ങൾ നിരവധി പേര് പ്രാർത്ഥിച്ചുകൊണ്ട്, കൊന്ത ചൊല്ലിക്കൊണ്ട്, യാമപ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മുടെ തമ്പുരാനെ വിളിച്ചുകൊണ്ടിരിക്കുക. അതാണ് നിങ്ങൾക്ക് വെപ്രാളം മൂത്തേക്കാണ്. അതാണല്ലോ നിങ്ങൾ ഞങ്ങൾക്കെതിരെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു പേടിയില്ല. നിങ്ങൾ വിചാരിച്ചാൽ ഞങ്ങളെ ഇറക്കി വിടാൻ 1 മിനിറ്റ് വേണ്ട. നിങ്ങൾ ഇറക്കാൻ നോക്ക്. ഞങ്ങളുടെ കയ്യിൽ ആരുടെയും വടിവാളമൊന്നുമില്ല. ഞങ്ങളുടെ കയ്യിൽ ആയുധമുണ്ട്, കൊന്തയുണ്ട്. നിങ്ങളുടെ കയ്യിൽ വടിവാളും ഉണ്ട്. ഇവിടെ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടാ അല്ലേ? ഞങ്ങൾ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ സമരങ്ങൾ വിജയിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ചൈജു ആന്റണി, ഞങ്ങൾ ഈ നിത്യാരാധന കേന്ദ്രത്തിന്റെ മുമ്പിലെ 10-25 ദിവസക്കാലം ഇവിടെ സമരം നടത്തി. ഞങ്ങൾ അവിടെ ഗുണ്ടും പൊട്ടിച്ച് ആ സമരം വിജയിപ്പിച്ചിറങ്ങിയുള്ളൂ. എന്നുപോലെ തന്നെയാണ് ഇപ്പൊ ഈ സമരവും. ഈ സമരം ഏകീകൃത കുർബാനയുടെ അവസാന ബസ്സാ. നമ്മുടെ ഈ വൈക്കത്ത് പറമ്പിൽ അച്ഛൻ പറയണം, ഇത് അവസാന ബസ്സാ. അവസാന ബസ് എന്തിൻ്റെയാണെന്നറിയോ? വൈക്കത്ത് പറമ്പിൽ അച്ഛന് ഒരുപാട് തെറ്റുപറ്റി. അന്ന് ആ DYSPയുടെ അടുത്ത് മുമ്പിൽ തട്ടിക്കേറി ഒരു ധിക്കാരിയെ പോലെ സംസാരിച്ചല്ലോ. ആ അച്ഛൻ ഉദ്ദേശിക്കണം അവസാന ബസ്. ഇത് നമുക്ക് ഏകീകൃത കുർബാന എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രം ഒരു സമവായം ഇവിടെ നടക്കില്ല. ആര് തീരുമാനിച്ചാലും
അപ്പൊ ആ അവസാനത്തെ ബസ്സിൽ എല്ലാവർക്കും കയറാം, എല്ലാവർക്കും വരാം ഈ ബസിലിക്ക പള്ളിയിലേക്ക്. പക്ഷേ ഈ പൈശാചിക കുർബാനയ്ക്ക് ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ട് എല്ലാവരും കഴിയുന്നവര്, എന്നെ അറിയുന്നവര്, അതുപോലെ ഈ സഭയെ സ്നേഹിക്കുന്നവര് ഒക്കെ നേരിട്ട് നമ്മുടെ പള്ളിയിലേക്ക് എപ്പോഴും കടന്നു വരാം. ഒരു കാരണവശാലും വിമത പിശാചുക്കളെ ഞങ്ങളെ തിരുമുറ്റത്തേക്ക്, ഈ ബസിലിക്ക കത്തീഡ്രൽ ചർച്ചയ്ക്ക് ഒരു കാരണവശാലും അടുപ്പിക്കില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.